Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ചാപ്റ്റർ 1 മീനിങ് ആൻഡ് ഡെഫിനേഷൻ എന്തായാലും പഠിക്കുക. ബാങ്ക് എന്താണെന്നുള്ളതും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ തന്നെ മണി ആൻഡ് ക്രെഡിറ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വേണ്ട ആളുകൾക്ക് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പൈസ വേറൊരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈസിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാങ്കിന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബാങ്കിൻ്റെ ഏറ്റവും നല്ലൊരു ഡെഫിനേഷൻ ഒന്ന് നിങ്ങൾ പഠിക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ വരുന്നുണ്ട്, അതാണെങ്കിൽ ആ ഒരു ഡെഫിനേഷൻ പഠിക്കുക. അതേപോലെ നമുക്ക് പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഫീച്ചേഴ്സ് ഓഫ് എ ബാങ്ക്. ബാങ്കിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കറിയാം ബാങ്കിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് ഓർത്ത് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ടൈപ്സ് ഓഫ് ബാങ്ക്സ് നോക്കുക. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്താണ്, അങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, ലോക്കൽ ഏരിയ ബാങ്ക്, പേയ്മെന്റ് ബാങ്ക് എന്താണ്, എക്സ്ചേഞ്ച് ബാങ്ക് എന്താണ്. നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എക്സിം ബാങ്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സെൻട്രൽ ബാങ്ക്, വേൾഡ് ബാങ്ക്, ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്, ജസ്റ്റ് അതൊക്കെ അത് മാത്രം നോട്ട് ചെയ്യാം. ടൈപ്സ് ഓഫ് ബാങ്കിലേക്ക് വരുമ്പോൾ യൂണിറ്റ് ബാങ്ക് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യൂണിറ്റ് ബാങ്കിൽ ബാങ്കിങ് വന്ന സ്ഥിതിക്ക് തന്നെ ബ്രാഞ്ച് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്ങോ ചെയിൻ ബാങ്കിങ്ങിനൊക്കെ ഒരു സാധ്യത അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ബാങ്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് അവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കസ്റ്റമർ ആരാണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ, ഹു ഈസ് നോൺ ആസ് എ കസ്റ്റമർ എന്നുള്ളത് നോക്കുക. ജസ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഒരു സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്നുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിനെ കുറിച്ച് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആർ ഡി എന്താണെന്നുള്ളതൊക്കെ നോക്കുക. കറണ്ട് അക്കൗണ്ട് ആർക്കുള്ള, അതൊക്കെ 2 മാർക്കിന് വരാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ള പ്രൊസീജിയർ, ജസ്റ്റ് അതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റും ഇൻട്രൊഡക്ഷനും അതിൻ്റെ സിഗ്നേച്ചറും ഇനീഷ്യൽ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നതും ഓപ്പണിംഗ് അക്കൗണ്ട്, KYC അപ്ഡേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇനി അത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക, ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ വേണ്ട സംഭവം പെയിൻ സ്ലിപ്പ് ബുക്ക് എന്താണെന്നുള്ളൊക്കെ ഒരു ക്വസ്റ്റ്യൻ, ചെക്ക് ബുക്ക്, പാസ്ബുക്ക്, ഇത് 3 ബുക്കുകളാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ചോളം നമുക്ക് അത്യാവശ്യമുള്ളത്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡോർമെന്റ് ബാങ്കിങ് എന്നാണ് ചോദിച്ചത്. ഡോർമെന്റ് അക്കൗണ്ട് എന്താണെന്നുള്ളതാണ്. കുറേ ആയിട്ട് ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാതെ മിനിമം ഒരു 1 ഇയർ ആയിട്ട് ഒരു ട്രാൻസാക്ഷനും ഇല്ലെങ്കിൽ ആ അക്കൗണ്ട് അവിടെ എന്താണ് നിശ്ചിതമായിട്ട് തന്നെ ഒന്ന് പോവുകയാണ് ചെയ്യുന്നത്. ബാങ്ക് ട്രൈസ് ടു കോണ്ടാക്ട്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അതിൻ്റെ നോമിനിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ടും ഒരു റിപ്ലൈ ഒന്നും ഇല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ അത് അക്കൗണ്ട് ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നു, ഇനോപ്പറേറ്റീവ് ആയിട്ട് മാറുക എന്നാണ് പറയുന്നത്. 2 വർഷമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ അത് നോൺ ഓപ്പറേറ്റീവ് ആണ്, അല്ലെങ്കിൽ ഡോർമെന്റ് അക്കൗണ്ട് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിക്സഡ് അക്കൗണ്ട് എന്താണെന്നുള്ളതും അതിൻ്റെ അഡ്വാൻറ്റേജ്, ഈ ഒരു ഏരിയയിൽ നിന്നൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. പിന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്, ഇതൊരു എസ് എ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളതാണ്. സ്പെഷ്യൽ ടൈപ്സ് ഏതൊക്കെയാണ് കസ്റ്റമേഴ്സ്, മൈനർ ആരാണ്, അപ്പോൾ ഒരു മൈനറുമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൈനർ ആവാം, ഒരു മാരീഡ് വുമൺ, ഏജന്റ്, ജോയിന്റ് അക്കൗണ്ടുകൾ ഉണ്ടാവാം, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതേപോലെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് അക്കൗണ്ട് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കമ്പനിയൊക്കെ അനുസരിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുക, കമ്പനിയുടെ ബോർഡ്സ് റെസൊല്യൂഷനൊക്കെ ഒരു കോപ്പി വെക്കുക, പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ബൊറോയിങ് പവേഴ്സ് എങ്ങനെയാണെന്നുള്ളത് കൊടുക്കുക, വൈൻഡ് അപ്പ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ഡയറക്ടേഴ്സ്, അഡീഷണൽ പ്രിക്കോഷൻസ് ഒക്കെ കമ്പനിയുടെ കേസിൽ വരും. ട്രസ്റ്റീസ് ആരാണെന്നുള്ളത്, ക്ലബ്ബ്, അസോസിയേഷൻസ്, ഇവരൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ലുനാറ്റിക്സ് ആയിട്ടുള്ള ആൾ, അതായത് ലാക്കിംഗ് അണ്ടർസ്റ്റാൻഡിങ് പവർ, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ റാഷണൽ ജഡ്ജ്മെന്റിന് പോലും പറ്റാത്ത വ്യക്തികളെയാണ് ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ മദ്യപന്മാര്, ഡ്രങ്കാർഡ്സ്, അവർ ഇൻടോക്സിക്കേറ്റഡ് ആവുമ്പോൾ അവർക്കും കുറച്ച് സമയത്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അവരുടെ കൺട്രോളിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ പർദ്ദ ധരിച്ച സ്ത്രീകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സിക്യൂട്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ലോക്കൽ അതോറിറ്റീസ്, പിന്നെ ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ്, 14 ആളുകൾ. അപ്പോൾ എസ് എ ക്വസ്റ്റിന് ധാരാളം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
ആരൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയാം. ഈ 14 പോയിന്റുകൾ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുകയാണെങ്കിൽ. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് സ്ട്രക്ചറൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഇൻഡിജിനസ് ബാങ്കേഴ്സ് ഇതിന് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് എന്താണ് അതിൻ്റെ ഒരു ബാങ്കിൻ്റെ ഫങ്ഷൻസ്, ഇൻഡിജിനസ് ബാങ്കിൻ്റെ ഫങ്ഷൻ എന്താണ്, ആരെയാണ് മണി ലെൻഡർ എന്ന് പറയുന്നത്, അവരുടെ ഫീച്ചേഴ്സ് എന്താണ്, ഡിഫറൻസ്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടർ ഏതാണ്, എന്തിനാണ് അപ്പെക്സ് ബാങ്ക് എന്ന് പറയുന്നത്, ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിന്നെ നമുക്ക് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ആ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് പറയുന്നുണ്ട്. SBIനെ കുറിച്ചൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഇവിടുന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ RRB എന്താണെന്നൊക്കെ 2 മാർക്കിന് ചോദിക്കാം. ഷെഡ്യൂൾഡ് ബാങ്ക് എന്താണെന്നുള്ള ഈ 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുക. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് 5 lakh എങ്കിലും റിസർവ് ആയിട്ട് വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് അല്ല എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് കൊടുക്കുക. പിന്നെ അതൊരു കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ ആയിരിക്കണം, അല്ലാണ്ട് ഒരു പാർട്ട്ണർഷിപ്പോ സിംഗിൾ ഓണർ ഫേമോ ആവരുത്. അങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഷെഡ്യൂൾഡ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡെവലപ്മെന്റൽ ബാങ്ക്സ്, പിന്നെ IDBI നമ്മൾ EDPയിലൊക്കെ ക്ലിയർ ആയി പഠിച്ചൊരു ബാങ്കാണ്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ഓരോ ബാങ്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അവർ തരുന്ന അസിസ്റ്റൻസ് IDBIയുടെയാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നു, എന്താണ് എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് ബാങ്കുകളും അതിൻ്റെ ഒബ്ജക്റ്റീവ്സോ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക, അത്രമാത്രം. ഏത് ബാങ്കിനെ കുറിച്ച് ചോദിക്കുന്നു നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ബാങ്ക് ചോദിക്കുക, ലോക്കൽ ഏരിയ ബാങ്ക് എന്താണ്. പിന്നെ ഒരു ചാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേയ്മെന്റ് ബാങ്ക്സിന് ഒരു ചാൻസ് ഉണ്ട് 2 മാർക്കിന് വരാനുള്ളത്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നബാർഡ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. നബാർഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫങ്ഷൻസ് ഒക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ച് പഠിച്ചോളാം. അവിടെ അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് എന്ന് പറയുമ്പം IIBI എന്താണ്, IRCI ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതൊക്കെ ചോദിക്കാം. എന്താണ് IRCI, എന്താണ് IRBI, അതേപോലെ തന്നെ IIBIയുടെ ഫങ്ഷൻസ്, അതിനൊക്കെ ഒരു സാധ്യത ഉള്ള ഒരു ഏരിയയാണ്. പിന്നെ നമ്മളിവിടെ EDPയിൽ പഠിച്ചാണല്ലോ SIDBI എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഫങ്ഷൻസ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നാണ് മുദ്ര ബാങ്ക്. ഇതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് പഠിച്ചോളാം. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്കാണ് ഫോം ചെയ്തതും അത് ഏതിൻ്റെ സബ്സിഡിയറി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മുദ്ര ബാങ്കും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക. നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഇവിടെ നെക്സ്റ്റ് നോക്കാനുള്ളത് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഡെവലപ്മെന്റിൽ ബാങ്ക്സിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. അത് ഒരു 12 പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഫോർമേഷൻ, ഫെസിലിറ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, ഇന്നോവേറ്റിംഗ് ഓൺടർപ്രണേഴ്സ്, പ്രൊമോഷൻ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, മോണിറ്റൈസേഷൻ ഓഫ് എക്കണോമി, ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ട്രേഡ്, ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഇൻഫ്ലുവൻസിങ് എക്കണോമിക് ആക്ടിവിറ്റി. ആൻഡ് 10th പറയുന്ന ഇംപ്ലിമെന്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. പിന്നെ ചോദിച്ചിരിക്കുന്നത് എൻകറേജിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ്, ബാലൻസ്ഡ് ഡെവലപ്മെന്റ്, ഒരു ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റിൽ ഒരു ബാങ്കിന്റെ റോൾ എന്നുള്ളത്. അപ്പോൾ അത് SAയിൽ ചോദിക്കാം. പിന്നെ ഇത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു കാര്യമാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ്. കൺവെൻഷണൽ ഫങ്ഷൻസ് ഉണ്ട്, അതായത് പ്രൈമറി ഫങ്ഷൻസ്. ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, ഫിക്സഡ് ഡെപ്പോസിറ്റും കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഉണ്ടെന്ന് അറിയാം, റെക്കറിംഗ് ഉണ്ട്, ഹോം സേഫും, മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസുകൾ കൊടുക്കുക. അവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഓവർ ഡ്രാഫ്റ്റ്. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്യാഷ് ക്രെഡിറ്റ്. അപ്പോൾ ഈ ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും നന്നായിട്ട് നോക്കുക. പിന്നെ മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്താണ്, കൺസ്യൂമർ ക്രെഡിറ്റ്. ഇനി 2 മാർക്കിന് ചോദിച്ചൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എന്തിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുക. ഒരു മോഡേൺ ബാങ്കിന്റെ യുണീക്ക് ഫങ്ഷൻ തന്നെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. കാരണം ബാങ്ക് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്ന പോലെ തന്നെ പൈസ ലെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു ഓട്ടോമാറ്റിക്കലി പെർഫോംസ് അനദർ ഫങ്ഷൻ നെയിം, അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് ക്രിയേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ബാങ്കുകൾ നമ്മൾ ലോണ് കൊടുക്കുന്ന സമയത്ത്
അവർക്ക് ഒരിക്കലും അത് കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കില്ല. പകരം അവരെ കൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചിട്ട് ബോറോവറുടെ നെയിമിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് പൈസ ലോൺ പാസ്സായി കഴിഞ്ഞാൽ അത് കയ്യിൽ കൊടുക്കുന്നതിന് പകരം അവരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അക്കൗണ്ടിലൂടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റം. അപ്പോൾ ആ ഒരു ലോൺ എന്ന് പറയുന്നത് ഏതിന് തുല്യമായിട്ടുണ്ട്? ഒരു ഡെപ്പോസിറ്റിന് ഈക്വൽ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിനെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എക്കണോമിയിൽ മണി സ്റ്റോക്ക് എങ്ങനെയാണ് ഇൻക്രീസ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ ഒരു ഡെപ്പോസിറ്റ് ക്രിയേഷനെ തന്നെയാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് മനസ്സിലാക്കുക. പിന്നെ ചെക്ക് സിസ്റ്റവും പ്ലാസ്റ്റിക് കാർഡും ഫണ്ട് ട്രാൻസ്ഫറും ഇതൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻ. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എസ് ചോദിക്കുമ്പം രണ്ടാമത്തെ ഫംഗ്ഷനാണ് സെക്കൻഡറി ഫംഗ്ഷൻ. അത് ഏജൻസി സർവീസുകളും ജനറൽ യൂട്ടിലിറ്റിയാണ്. ഒരു ഏജന്റ് ആയിട്ട് ബാങ്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട് വെച്ചാൽ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട്, ഡിവിഡൻഡ് കളക്ട് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റി എക്സിക്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ സെക്യൂരിറ്റീസ് പർച്ചേസും സെയിലൊക്കെ ചെയ്യുക, റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുക, റെമിറ്റൻസ് ചെയ്യുക, ഫണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുക, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഏജന്റിനെ പോലെ ബാങ്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് സെക്കൻഡറി ഫംഗ്ഷൻ. അതിൽ തന്നെ രണ്ടാമതുള്ള ജനറൽ യൂട്ടിലിറ്റി സർവീസ് കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറേ സേഫ് കസ്റ്റഡി, നമുക്കറിയാമല്ലോ ലോക്കർ ഫെസിലിറ്റി, നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് സേഫ് കസ്റ്റോഡിയൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഫണ്ട് ട്രാൻസ്ഫർ, പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ, ആക്ട് ആസ് എ റെഫറി. ഇനി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഫോറിൻ എക്സ്ചേഞ്ച്, ക്രെഡിറ്റ് കാർഡ്സ്, ട്രാവലേഴ്സ് ചെക്ക് എന്താണെന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ബാങ്ക് എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്യൂ ചെയ്യുന്ന ചെക്കാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പേടിയില്ലാണ്ട് പൈസ കയ്യിൽ വെക്കാതെ തന്നെ എവിടെ വേണമെങ്കിലും അവർക്ക് ട്രാവൽ ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇനി ബാങ്കിനെ കുറിച്ച് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇന്നോവേറ്റീവ് ആയിട്ട്, ഇതെല്ലാം നേരത്തെ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അഡീഷണൽ ആയിട്ടുള്ള, ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ നവീന രീതിയിൽ നൂതനമായിട്ടുള്ള ഫങ്ഷൻസ് എന്താ വെച്ചാൽ ഇപ്പം നമുക്കറിയാലോ ATM സർവീസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട്, ടെലി ബാങ്കിങ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ കമ്പ്യൂട്ടർ വെച്ച് തന്നെ ചെയ്യുക, ഇന്റർനെറ്റ് ബാങ്കിങ് ഉണ്ട്, ഇലക്ട്രോണിക്കലി ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, EFT എന്ന് പറയുന്നത് കേട്ടോ. അത് നോക്കുക. ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, ക്രെഡിറ്റ് ക്ലിയറിങ്ങും ഡെബിറ്റ് ക്ലിയറിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് RTGS? ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. മൊബൈൽ ബാങ്കിങ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ 10 പോയിന്റുകൾ ഇന്നോവേറ്റീവ് ഫംഗ്ഷൻ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 10 പോയിന്റുകൾ ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ കൂടി. അപ്പോൾ എന്താണ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എമേർജിംഗ് ട്രെൻഡ്സ് ഇൻ ബാങ്കിങ് ഇൻ ഇന്ത്യ. അതിൽ എന്താണ് ബാങ്കിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വന്നതും, SBI ക്രിയേറ്റ് ചെയ്തു, നാഷണലൈസേഷൻ നടന്നതും, ലീഡ് ബാങ്ക് സ്കീമുകളും, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്, നമ്പർ ഓഫ് ബാങ്ക്സ്, ബ്രാഞ്ച് എക്സ്പാൻഷൻ വന്നു, അതൊക്കെ അതിൽ വരുന്ന കുറേ കാര്യങ്ങളാണ്. ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തതും, കോമ്പോസിഷനും, ക്രെഡിറ്റ് എക്സ്പാൻഷനും, അഡ്വാൻസും. ഇനി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് മൈക്രോ ഫിനാൻസ്? ഇത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്വയം സഹായ സംഘങ്ങളെ ലിങ്കേജ് പ്രോഗ്രാം, അതാണ് മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കും RBI ഒക്കെയാണിത്, കോഓപ്പറേറ്റീവ് ബാങ്കുകളൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. നെക്സ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്, പക്ഷെ ഇതൊന്നും അത്ര ചോദിച്ച് കണ്ടിട്ടില്ല. ടെക്നോളജി അഡോപ്ഷനും പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് സർവീസുകൾ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സർവീസ്, ഷോപ്പിംഗ്, അപ്പോൾ മൊബൈൽ റീഫില്ല്, ബിൽ പേയ്മെൻറ്റ്, പിന്നെ രജിസ്റ്റർ ആൻഡ് പേ, RTGS വീണ്ടും വന്നിട്ടുണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് ആക്സസ്, പിന്നെ EFT ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ECS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 പ്രാവശ്യത്തെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് ECS, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസസ് കേട്ടോ. ATM ജസ്റ്റ് ഒന്ന് നോക്കുക, ടെലി ബാങ്കിങ്, പിന്നെ EDI ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ മൾട്ടി ചാനൽ ബാങ്കിങ്, മർജർ ആൻഡ് അക്യൂസിഷൻ, മൊബൈൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ, ഔട്ട്സോഴ്സിങ് ആക്ടിവിറ്റികൾ, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിയ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അൺബാങ്ക്ഡ് റീജിയൻസും പോപ്പുലേഷനും അവരെ കൂടിയിട്ട്
ബാങ്കിങ്ങിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരിക. ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമാകാത്ത സ്ഥലങ്ങളോ വ്യക്തികളോ ഉണ്ടെങ്കിൽ അവരെ കൂടി ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് പിന്നെ നോ ഫ്രിൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിക്കാം. അത് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് പ്രധാനമന്ത്രി ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന. അതായത് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്നൊരു പ്രോസസ്സാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നെ UPI ആപ്ലിക്കേഷൻ, ആധാർ ബേസ്ഡ് പേയ്മെന്റ്, ഇപ്പം നമുക്കിതെല്ലാം നമുക്കറിയാം. ഭീം, ആധാർ, QR കോഡ് സ്കാൻ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നെയാണ്. ഇത്രയാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ചാപ്റ്റർ 3ലേക്ക് പോകാം. 3ലേക്ക് പോകുമ്പോൾ അവിടെ സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്കിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് SA ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റും, ബാങ്കേഴ്സും ഏജന്റും കസ്റ്റോഡിയനായിട്ടും, അതേപോലെ നേഷൻ റിസർവിന്റെ കസ്റ്റോഡിയനും, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടും, ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷനും, ക്രെഡിറ്റ് കൺട്രോൾ. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോട്ട് ചെയ്യുക. എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അതായത് വോള്യൂം ഓഫ് ക്രെഡിറ്റ് ഫോർ ബ്രിങ്ങിങ് അബൌട്ട് സ്റ്റെബിലിറ്റി ഇൻ ദ ജനറൽ പ്രൈസ് ലെവൽ. നമ്മുടെ രാജ്യത്തെ പ്രൈസ് ലെവൽ, ജനറൽ പ്രൈസ് ലെവലിനെ സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകുക എന്നുള്ളതും പലതരത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള അതർ സോഷ്യോ എക്കണോമിക് ഒബ്ജക്റ്റീവ്സിനൊക്കെ അക്കംപ്ലിഷ് ചെയ്യാനുള്ള ബാങ്കിൻ്റെ ഫംഗ്ഷനാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ അതർ ഫങ്ഷൻസ് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. പിന്നെ സെൻട്രൽ ബാങ്കിങ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഇനി അതിൽ അതാണ് സെൻട്രൽ ബാങ്കിൻ്റെ പൊതുവായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ SA ക്വസ്റ്റ്യൻ ആണ്. RBIയും അതേപോലെ തന്നെ RBIയുടെ ഫങ്ഷൻസ് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെയുള്ള ജസ്റ്റ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയുന്നുണ്ട്. RBIയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് RBI ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. അപ്പോൾ ഫസ്റ്റ് ഫങ്ഷനാണ്. പിന്നെ ബാങ്കർ ടു ദ ഗവൺമെൻറ്, ബാങ്കർ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് വർക്ക് ചെയ്യുക, ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുക, ഫിനാൻഷ്യൽ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ആക്ടിങ് ആസ് ക്ലിയറിംഗ് ഹൗസ് ആയിട്ടുള്ളത്, പിന്നെ കൺട്രോളർ ഓഫ് ക്രെഡിറ്റ്, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യാം. കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് എങ്ങനെയാണ് ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് മാത്രമായിട്ട് ചോദിക്കാം. ബാങ്ക് റേറ്റ് പോളിസി എന്താണെന്ന് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് റേറ്റ് പോളിസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിനിമം റേറ്റ് അറ്റ് വിച്ച് RBI ഈസ് റെഡി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് ഓർ റീഡിസ്കൗണ്ട് ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് ലോൺ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ഏത് റേറ്റ് ആണ് ഏറ്റവും മിനിമം ആയിട്ടുള്ള റേറ്റ് എന്താണോ അതിനാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺ മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് വാട്ട് ഈസ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പോ റേറ്റ് അല്ലെങ്കിൽ റീപർച്ചേസ് റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻസ് ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കോ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ RBI ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. വിത്തിൻ ദ കൺട്രി ആയിരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ RBI വൈൽ ദേ റീപർച്ചേസ് ദ സെക്യൂരിറ്റീസ് ഈസ് കോൾഡ് റിപ്പോ റേറ്റ്. സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവരത് റീപർച്ചേസ് ചെയ്യുന്നത് ഏത് റേറ്റ് ആണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതാണ് സാധാരണ ഉള്ളത്. 4% ഒക്കെയാണുള്ളത്. റിപ്പോ റേറ്റ് വരും, ബേസ് റേറ്റ് ചോദിക്കാം, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇനി തിരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIക്ക് ഒരു ഫിനാൻഷ്യൽ ക്രഞ്ച് വരുന്ന സമയത്ത് തിരിച്ചങ്ങോട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത്. പിന്നെ ബേസ് റേറ്റ് ചോദിച്ചിട്ടുണ്ട്. RBI ഓഫ് ഇന്ത്യ ബിലോ വിച്ച് ബാങ്ക്സ് ആർ നോട്ട് അലൗഡ് ടു ലെൻഡ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. അതായത് ഇന്ത്യയിൽ RBIയുടെ അണ്ടറിൽ വരുന്ന ബാങ്കുകൾ എത്ര രൂപ വരേക്ക് ഇൻട്രസ്റ്റോട് കൂടി കസ്റ്റമേഴ്സിന് കൊടുക്കാം എന്നിവിടെ പറയുന്നുണ്ട്. ഒരിക്കലും ആ റേറ്റിന് താഴെ ആയിട്ട് കസ്റ്റമേഴ്സിന് ലെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ബേസ് റേറ്റ് ആണ്, അടിസ്ഥാനപരമായിട്ടുള്ള റേറ്റ് ആണത്. അപ്പോൾ മാക്സിമം ഈ റേറ്റ് വരെയെങ്കിലും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരിക്കലും അതിൻ്റെ റേറ്റിന് താഴേക്ക് പോകരുത്. പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ CRR ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് CRR എന്നുള്ളത് നോക്കുക. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്തിനാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ?
വേരിയബിൾ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് 1934 ബാങ്ക് എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും മിനിമം അവരൊരു ഫിക്സഡ് അവരുടെ ടൈം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എത്രയാണോ ഉള്ളത് അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ക്യാഷ് റിസർവ് ആക്കിയിട്ട് RBIയിൽ കൊടുക്കണം. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കും അവരുടെ കയ്യിലുള്ള ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റീസിന്റെ 25% കുറയാത്ത ഒരു എമൗണ്ട് ലിക്വിഡ് അസറ്റ് ആയിട്ട്, അതായത് ക്യാഷ് ആയിട്ടോ ഗോൾഡ് ആയിട്ടോ അൺഎൻകംപേർഡ് ഗവൺമെന്റ് സെക്യൂരിറ്റിക്ക് ആയിട്ട് RBIയിൽ കൊടുക്കണം. ഇതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബാങ്ക് റേറ്റ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ഇതെല്ലാം ചിലപ്പോൾ വരാനുള്ള സാധ്യത ഉണ്ട്. സെലക്റ്റീവ് ആയിട്ടുള്ള ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ആണ് ഇഷ്യൂയിങ് ഡയറക്റ്റീവ്സ്, റെഗുലേഷൻ, ഡിഫറൻഷ്യൽ റേറ്റ്, റെസ്ട്രിക്ഷൻ, ക്രെഡിറ്റ് ഓതറൈസേഷൻ സ്കീമുകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് RBIയുടെ ഫംഗ്ഷൻ തന്നെയാണ്. എന്താണ് മോറൽ സുവേഷൻ, ക്രെഡിറ്റ് റേഷനിങ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് ആക്ഷനും കൺട്രോൾ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്, പിന്നെ നോൺ മോണിറ്ററി ആയിട്ട് കുറച്ച് ഫങ്ഷൻസ് പറയുന്നുണ്ട്, സൂപ്പർവൈസറി ഫങ്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ബാങ്ക് റേറ്റ് ഇപ്പോൾ 2 മാർക്കിന് ചോദിച്ചു. അപ്പോൾ ഇനി CRRഉം റിപ്പോ റേറ്റും SLRഉം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ RBIയും ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന RBIയുടെ ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് RBI തന്നെയാണ് SAക്കുള്ള ഏറ്റവും സാധ്യത കൂടിയത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് മീനിങ് ആൻഡ് ഡെഫിനേഷൻ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഫ്രീലി യൂസ്ഡ് ഇൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ, അതിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനമായിട്ട് പറയുന്നത് റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. ഒരു റൈറ്റ്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുകൂലമായിട്ട് ഒരു റൈറ്റ് അവിടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ആരുടെയും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഫിനേഷൻ എന്തായാലും ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ്, ഇവിടെ ഒരു 10 പോയിന്റോളം വരുന്നുണ്ട്. അപ്പോൾ അത് SA ക്വസ്റ്റിന് ധാരാളം ചാൻസ് കൂടുതലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത് ചോദിക്കാം. ബൈ ലോ പ്രകാരം വരുന്നതും ബൈ യൂസേജ് കൊണ്ട് വരുന്നതാണ്. അതിൽ പ്രോമിസറി നോട്ട് എന്താണെന്ന് 2 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. പ്രോമിസറി നോട്ടിന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് നോട്ട് ചെയ്തോളാം. ഇനി ഇതിലത്തെ ഓരോ പോയിന്റും സാധ്യത കൂടുതൽ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് 2 മാർക്കിന് ചോദ്യങ്ങൾ വരാം. പിന്നെ എന്താണ് ട്രേഡ് ബിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രേഡ് ബില്ല് നോട്ട് ചെയ്യാം. ഒരു ബില്ലിൽ വരുന്ന പാർട്ടീസ് ആരൊക്കെയാണ്? ഇതിൽ ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചെക്കിനെ കുറിച്ചുള്ളൊരു കാര്യം. ചെക്കിന്റെ ഡെഫിനേഷൻ പഠിച്ചോളാം, ചെക്കിന്റെ ഫീച്ചേഴ്സ് പഠിച്ചോളാം, ചെക്കിൽ വരുന്ന പാർട്ടീസ് ആരൊക്കെയാന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഒരു ചെക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസുകൾ, ഏതൊക്കെ തരത്തിലുള്ള ചെക്കുകൾ വരാൻ സാധ്യത, MICR ചെക്ക് എന്താണ്, ട്രങ്കേറ്റഡ് ചെക്ക്, നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ സ്റ്റെയിൽ ചെക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ചെക്ക് ട്രങ്കേഷൻ എന്താണെന്നുള്ളത്, ഇലക്ട്രോണിക് ചെക്കുകൾ, അതേപോലെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക് ചെക്ക് ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ പറയേണ്ടത്. ഇനി ചെക്കിൽ ഡേറ്റ് ഇടുമ്പോൾ ആൻറ്റി ഡേറ്റഡ്, പോസ്റ്റ് ഡേറ്റഡ്, സ്റ്റെയിൽ ചെക്ക്, ഇതാണ് വന്നൊരു ക്വസ്റ്റ്യൻ. സ്റ്റെയിൽ ചെക്ക് എന്താണെന്നുള്ളത്, മ്യൂട്ടിലേറ്റഡ് ചെക്ക് എന്താ. അപ്പോൾ ചെക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ചെക്കിന് സംബന്ധിച്ച് ക്രോസിംഗ് എന്താണെന്നുള്ളത്. ടൈപ്സ് ഓഫ് ക്രോസിംഗ്, ജനറൽ ക്രോസിംഗും ഉണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെയൊക്കെ ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് SAയിൽ ചോദിച്ചാൽ എഴുതാൻ പറ്റും. സ്പെഷ്യൽ ക്രോസിംഗ് എന്താണെന്നുള്ളതും. ഓക്കെ, അതിൻ്റെ ഡിഫറൻസ് ജനറൽ ക്രോസിംഗും സ്പെഷ്യൽ ക്രോസിംഗും തമ്മിലുള്ളത്. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്തിനാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻഡോഴ്സ്മെന്റ് എന്താണെന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ പ്രത്യേകത തന്നെ നമ്മൾ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് അല്ലെ, ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് കൊടുക്കുക, അത് തന്നെയാണ് എൻഡോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഡെലിവർ ചെയ്യാനുള്ള മീനിങ് തന്നെയാണ് എൻഡോഴ്സ്മെന്റ് പഠിച്ചോളാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കൈൻഡ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. എൻഡോഴ്സ്മെന്റുമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. പാർട്ടീസ് ഓഫ് ഫീ പേയ്മെന്റ്,
ഇനി സാധ്യതയുള്ളതാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫേസസ്, ടൈപ്സ് ഓഫ് ഇ പേയ്മെന്റ്സ്, ഏതൊക്കെ തരത്തിലാണ് ഇ പേയ്മെന്റ്സ് വരുന്നത്, കാർഡുകൾ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, മൊബൈൽ പേയ്മെന്റുകൾ ഉണ്ട്, ബയോമെട്രിക് പേയ്മെന്റ്, ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇലക്ട്രോണിക് പേയ്മെന്റ് നെറ്റ്വർക്ക്, P2P പേയ്മെന്റ് എന്താണെന്ന് ചോദിക്കാം. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ. ചാപ്റ്റർ 5ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇ ബാങ്കിങ്, അതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റിൽ നോട്ട് ചെയ്യാം. എന്താണ് ഒരു ഇ ബാങ്കിങ്ങിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ, അത് വളരെ റോൾ ഓഫ് RBI, ജസ്റ്റ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. ബാങ്കിങ്ങിന്റെ ഇവല്യൂഷൻ ഒന്നും ഇവിടെ ഇനി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് കോർ ബാങ്കിങ്. അതായത് കോർ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ചിനെയാണ് പറയുന്നത്. അതൊരു ബാങ്കിങ് സർവീസ് ആണ്. ഇതുവഴി എന്താ വെച്ചാൽ ബാങ്കിന്റെ പല ബ്രാഞ്ചുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്ക് അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ട, എളുപ്പത്തിൽ ഡാറ്റ ഷെയർ ചെയ്യാൻ ബാങ്കുകൾ തമ്മിലും ബ്രാഞ്ചുകൾ തമ്മിലൊക്കെ വളരെ സ്പീഡായിട്ട് അവരുടെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്, ഒന്നില്ലെങ്കിൽ സെയിം ബാങ്കിന്റെ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി, ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ടു ആക്സസ് ദെയർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് പെർഫോം ബേസിക് ട്രാൻസാക്ഷൻ ഫ്രം എനി മെമ്പർ ബ്രാഞ്ച് ഓഫ് ഓഫീസ്. ഒരു ഓഫീസിന്റെ ഏതൊരു മെമ്പർ ബ്രാഞ്ചുമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അപ്പൊ പുതിയ മാറ്റം ബാങ്കിങ്ങിൽ വന്നതാണ് ഒന്ന് കോർ ബാങ്കിങ്. അപ്പൊ ആ കോർ ബാങ്കിങ്ങും അഡ്വാൻറ്റേജും അതിന്റെ കോമ്പോണൻസ് ലിമിറ്റേഷൻസ് ഒക്കെ നോക്കുക. പിന്നെ ATM വന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്താണെന്നുള്ളത് 2 മാർക്കിന് വേണമെങ്കിൽ ചോദ്യം വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഡെബിറ്റ് കാർഡ് എന്താണ്, ക്രെഡിറ്റ് കാർഡിലുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ വരുന്നതാണ് ടൈപ്സ് ഓഫ് ഡെബിറ്റ് കാർഡ്, എന്തിനാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. പിന്നെ എം ചെക്ക് എന്നുള്ളത്. ഇനി വന്നൊരു ക്വസ്റ്റ്യൻ ആണ് സ്വിഫ്റ്റ് കേട്ടോ. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് മെമ്പർ ഓൺഡ് കോപ്പറേറ്റീവ് ത്രൂ വിച്ച് ദ ഫിനാൻഷ്യൽ വേൾഡ് കണ്ടക്ട്സ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻ വിത്ത് സ്പീഡ്, സർട്ടനിറ്റി ആൻഡ് കോൺഫിഡൻസ്. ഒരുപാട് ബാങ്കിങ് ട്രാൻസാക്ഷൻസ് വളരെ സ്പീഡായിട്ടും സർട്ടനായിട്ടും കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഡാറ്റകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് ആണ്. അത് പിന്നെ വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നെഫ്റ്റ് എന്താണെന്ന്. 2-3 വട്ടം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ, ഇന്ത്യക്ക് അകത്ത് നിന്ന് ബാങ്കുകൾക്ക് വർക്ക് ചെയ്യുന്ന ബാങ്കുകൾക്ക് എളുപ്പത്തിൽ തന്നെ അവരുടെ ഡാറ്റാസ് ഒക്കെ ഇലക്ട്രോണിക് രൂപത്തിൽ, ഡാറ്റകൾ മീൻസ് ഫണ്ടുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എളുപ്പത്തിൽ തന്നെ കൈമാറ്റം ചെയ്യാനുള്ള സംവിധാനമാണ്. അത് വിത്തിൻ ദ കൺട്രി ആണത് നെഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം EFT ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ CFMS ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് ക്ലിയറിംഗ്, ECS ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക. ഡെബിറ്റ് ക്ലിയറിംഗ് ഉണ്ട്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് RTGS. ഈ ഒരു ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ്. RTGS എന്താ, അതൊരു പുതിയ സിസ്റ്റമാണ്. ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ബേസിൽ വേറൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് RBI പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലിയറിങ്ങും സെറ്റിൽമെന്റും പേയ്മെന്റും ഒക്കെ റിയൽ ടൈം ബേസിസിൽ തന്നെ ബാങ്ക്സ് ഇൻ ഡിഫറെന്റ് സിറ്റീസ്, പല സിറ്റികളിലുള്ള ബാങ്കുകൾ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം പേയ്മെന്റ്സ് എല്ലാം പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി RBI പ്രൊവൈഡ് ചെയ്തൊരു മെഷറാണിത് RTGS. അപ്പോൾ RTGSന്റെ ബെനിഫിറ്റ് നോട്ട് ചെയ്തോളൂ. പിന്നെ നെഫ്റ്റും RTGS തമ്മിൽ കമ്പയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ ബാങ്കിങ് ചോദിച്ചൊരു കാര്യമാണ്. എന്താണ് ഇ-പേഴ്സ്, ടെലിഫോൺ ബാങ്കിങ്, ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്ങിന്റെ ഒക്കെ പ്രത്യേകതകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓൺലൈൻ ബാങ്കിങ്, പിന്നെ വെർച്വൽ ബാങ്കിങ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. എന്താണ് വെർച്വൽ ബാങ്കിങ്, അതിന്റെ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസ് ഒക്കെ നോക്കുക. ഈ ബാങ്കിങ്ങിന്റെ ഇതേപോലെ വരാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വന്നൊരു ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. എന്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നുള്ളത് നോക്കുക. ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് നോക്കുക.
അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്നതാണ് നോ ഫ്രിൽ അക്കൗണ്ട് ഒക്കെ കേട്ടോ. അതായത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നോ ഫ്രിൽ അക്കൗണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ, ജനറൽ പർപ്പസ് ക്രെഡിറ്റ് കാർഡ്, സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജന എന്ന് പറഞ്ഞിട്ട്, മുദ്ര യോജന, സുരക്ഷാ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, അതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അടൽ പെൻഷൻ യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീമുകൾ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ചാപ്റ്റർ 6 ആണ് ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് ആദ്യത്തെ സെക്ഷനിൽ ഒരു 3 ക്വസ്റ്റ്യൻ വരെയാണ് ഇൻഷുറൻസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എസ്സേയിൽ ഒരു ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇൻഷുറൻസ് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇൻഷുറൻസിൻ്റെ ഡെഫിനേഷൻ, അതേപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ട പാർട്ടീസ് ഓഫ് ഇൻഷുറൻസ്, ഇൻഷുറൻസിലെ പാർട്ടീസ് ആരൊക്കെയാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസസ്. പ്രധാനമായിട്ടും ഇൻഷുറൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഒന്ന് ലൈഫ് ഇൻഷുറൻസും പിന്നെ ഒന്ന് ജനറൽ ഇൻഷുറൻസും ആണ്. ഇനി ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇൻഷുറൻസ് എന്നുള്ളതും അതിൻ്റെ ടൈപ്സും ഇൻഷുറൻസിൻ്റെ ഫീച്ചേഴ്സും. പിന്നെ ഫങ്ഷൻസ്, എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതായിരുന്നു. ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്, പ്രൈമറി ഫങ്ഷനുണ്ട്, സെക്കൻഡറി ഫങ്ഷനുണ്ട്, അതർ ഫങ്ഷൻസും ഉണ്ട്. അത് നന്നായിട്ട് പഠിക്കുക ഇൻഷുറൻസിൻ്റെ. ഇനി നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത്, ഇതിലൊരു 10-20 പോയിന്റുകളാണ് വരുന്നത്. ഇൻഷുറൻസ് എങ്ങനെയാണ് ഒരു സോഷ്യൽ സെക്യൂരിറ്റി ടൂളായിട്ട് വർക്ക് ചെയ്യുന്നത്, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. കാരണം എങ്ങനെയൊക്കെയാണ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഒന്ന് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരമുണ്ട്, ESI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട് കൊടുക്കുന്നുണ്ട്, EPF ഉണ്ട്, ഫാമിലി പെൻഷൻ സ്കീം ഉണ്ട്, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ഉണ്ട്, ഓൾഡ് ഏജ് പെൻഷൻ സ്കീമുകൾ വരുന്നുണ്ട്. അതേപോലെ കമ്പൽസറി ആയിട്ടുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസും ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമും പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസും പിന്നെ രാജീവ് ഗാന്ധി ശ്രമിക് കല്യാൺ യോജന, സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ ആക്സിഡന്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ, നാഷണൽ അഗ്രികൾച്ചർ ഇൻഷുറൻസ് സ്കീമുകൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന, അടൽ പെൻഷൻ യോജന. അപ്പോൾ ഈ 18 പോയിന്റ് ആണ് ഇതിൽ മെയിനായിട്ട്. ഇൻഷുറൻസും അതിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും ഒപ്പം തന്നെ പഠിക്കേണ്ട ഒരു ഹെഡിങ് കൂടിയാണ്. ഒരു സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇൻഷുറൻസ് എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത്. ഇനി എക്കണോമിക് ഡെവലപ്മെന്റിൽ ഇൻഷുറൻസിന്റെ പങ്ക് എന്തെന്ന് അടുത്തൊരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്റർ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആണത്. അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട ക്യാപിറ്റൽ കിട്ടുക, പിന്നെ ബിസിനസ്സും ട്രേഡിനൊക്കെ ഉള്ള ബെനിഫിറ്റുകൾ, പിന്നെ കമ്പനീസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദ കോൺസിക്വൻസസ്, ലോസ് ഒക്കെ വരുന്ന സമയത്ത് കമ്പനിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, ബിസിനസ്മെന്നൊക്കെ എൻകറേജ് ചെയ്യാൻ പറ്റുക, ലോങ് ടേം വെൽത്ത് ക്രിയേഷന് പറ്റുന്ന ഒരു കാര്യമാണത്. അതേപോലെ തന്നെ വാല്യുബിൾ എക്കണോമിക് ഫങ്ഷൻസ്, പിന്നെ പോസിറ്റീവ്ലി ടു എക്കണോമിക് ഗ്രോത്തിനേക്ക് കാണിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് ഇംപ്ലിമെന്ററി ബിറ്റ്വീൻ ഇൻഷുറൻസ് ആൻഡ് ബാങ്കിങ് സെക്ടറായിട്ട് merge ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇൻഷുറൻസ് എനേബിൾസ് റിസ്ക് അവേഴ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓൺടർപ്രണേഴ്സ് അണ്ടർടേക്കിംഗ് ഹയർ റിസ്ക്. അപ്പോൾ 2 എസ് എ ക്വസ്റ്റ്യൻ അവിടെ വന്നു, ഇൻഷുറൻസും ഫീച്ചേഴ്സും വന്നു. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇതിൽ ചോദ്യം ജസ്റ്റ് ഒരു ജനറൽ കോൺട്രാക്ട് എന്താണോ അതിന് വേണ്ട 7 കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. ഒപ്പം തന്നെയാണ് നമുക്ക് നോക്കാനുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് കേട്ടോ. ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ഈ പ്രിൻസിപ്പിൾസിൽ പ്രധാനമായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റ്, ഇത് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഇൻഡെംനിറ്റി, സബ്രോഗേഷൻ, പ്രോക്സിമേറ്റ് കോസ്, കോൺട്രിബ്യൂഷൻ, മിറ്റിഗേഷൻ ഓഫ് ലോസ്. ഈ 7 പോയിന്റും 2 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ നമുക്ക് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവിടെ ഇൻഷുർഡ് പ്രോസസ്, അതായത് ഇൻഷുർ ചെയ്തിരിക്കുന്ന ആൾക്ക് നിർബന്ധമായിട്ട് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ആൻ ആക്ച്വൽ പെക്യൂണറി ഇൻട്രസ്റ്റ് ആൻഡ് നോട്ട് ദ മിയർ ആങ്സൈറ്റി ഓർ സെന്റിമെന്റൽ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ ഇൻഷുറൻസ്. ഒരു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത്, അപ്പോൾ എടുത്ത വ്യക്തിക്ക് അതായത് അവർക്കൊരു ലോസ് സംഭവിക്കുമ്പോൾ അവരുടെ ഭാഗത്തൊന്നും ചെയ്യാതെ, അത് ഇൻഷുറൻസ് കമ്പനി
നോക്കിക്കോളും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു കാര്യമല്ല. ആക്ച്വലായിട്ട് ഒരു പെക്യൂനറി ഇൻട്രസ്റ്റ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. അതിനെയാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആ പോയിന്റിൽ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണെന്നുള്ളത് നോട്ട് ചെയ്തോളാം. ഇൻഡംനിറ്റി എന്താണെന്നുള്ളത്, പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ. ഇൻഡംനിറ്റി അതിൻ്റെ എന്താണ് പ്രിൻസിപ്പിൾ എന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും ഒക്കെ നന്നായി നോക്കുക കേട്ടോ. ഇൻഡംനിറ്റിയുടെ ഭാഗത്തു നിന്ന് മെത്തേഡ് ഓഫ് ഇൻഡംനിറ്റി, എങ്ങനെയൊക്കെ ഇൻഡംനിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ക്യാഷ് പേയ്മെന്റ് കൊടുക്കാം, റിപ്പയർ ചെയ്ത് കൊടുക്കുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക, റീഇൻസ്റ്റേറ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഇൻഡംനിഫൈ ചെയ്യുക. ലോസിനെ നമുക്ക് നികത്തി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കോസ് പ്രോക്സിമ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ, അല്ലെങ്കിൽ പ്രോക്സിമേറ്റ് കോസ്, അതായത് ഒരു അപകടം നടക്കാനുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസിനെയാണ് നമ്മൾ ഇൻഷുറൻസിന്റെ കേസിൽ അവിടെ എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ പരമാവധി ലോസ് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ നിന്ന് ഉണ്ടാവുക. പിന്നെ ഇവിടെ നമുക്ക് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വാറണ്ടി. ഇതുവരെ ചോദിച്ചിട്ടില്ല. വാറണ്ടി എന്താന്ന് ചോദിക്കാം, എക്സ്പ്രസും ഇംപ്ലൈഡ് വാറണ്ടീസ് ചോദിക്കാം. പിന്നെ അസൈൻമെന്റ് എന്താന്ന് 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. ഇനി ഈ 2 ടേമുകൾ നന്നായി പഠിക്കുക. റീ ഇൻഷുറൻസും ഡബിൾ ഇൻഷുറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം എല്ലാ ഇൻഷുറർക്കും എന്തുണ്ട്, ഒരു റിസ്കിന് ഏറ്റെടുക്കാനുള്ള ഒരു ബാധ്യത എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു വലിയ റിസ്കിനൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് ഒരു 2-3 ഇൻഷുറൻസ് കമ്പനികൾ ഒരുമിച്ച് ചേർന്നിട്ടാണെങ്കിൽ അവരിലേക്കും കൂടി ആ റിസ്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി ഡബിൾ ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുർഡ് അവരുടെ സെയിം റിസ്ക് തന്നെ 2-ലധികം ഇൻഡിപെൻഡന്റ് ഇൻഷുറേഴ്സുമായിട്ട് ആൻഡ് ദ ടോട്ടൽ സം ഇൻഷുർഡ് എക്സീഡ്സ് ദ വാല്യൂ ഓഫ് ദ സബ്ജക്ട് മാറ്റർ. നമ്മൾ ഇപ്പോൾ ഒരു വീടിന് ഒരു ഇൻഷുറൻസ് എടുക്കുകയെന്ന് വിചാരിക്കുക, ആ സബ്ജക്ട് മാറ്ററിനേക്കാൾ കൂടുതലായിട്ടൊരു തുകയ്ക്ക് നമ്മൾ ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പൊ വീടിനെ തന്നെ നമ്മൾ 2-3 ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ തന്നെയാണ് ഒരു സെയിം സബ്ജക്ട് മാറ്ററിനെ 2-ലധികമോ ഇൻഷുറേഴ്സുമായിട്ട് ഇൻഷുർ ചെയ്യുന്നത്. റീ ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശ്രയിക്കുന്നത് ഒരൊറ്റ ഇൻഷുറൻസ് കമ്പനീനെയാണ്. പക്ഷെ അവർക്ക് ആ ഒരു റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അവർ 1-2 കമ്പനീസിനെയും കൂടി അത് ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. അതാണ് റീ ഇൻഷുറൻസും ഡബിൾ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ ചാപ്റ്ററിൽ കൈൻഡ്സ് ഓഫ് ഇൻഷുറൻസ്, ലൈഫ്, മറൈൻ, ഫയർ. അതിൽ മറൈൻ ഇൻഷുറൻസ് എന്താന്ന് വേണമെങ്കിൽ ജസ്റ്റ് ചോദിക്കാം, അതിന്റെ പോളിസികൾ ഏതെങ്കിലും ഒന്നൊക്കെ ചോദിക്കാം. ഫയർ ഇൻഷുറൻസ് എന്താന്നുള്ളത്, ജനറൽ ഇൻഷുറൻസ് കോമൺ ആയിട്ട് വരുന്നതാണ്. ഓട്ടോ, ഡിസബിലിറ്റിക്ക്, ഹോം ഓണേഴ്സിനും ലോങ് ടേം കെയർ ഇൻഷുറൻസും പ്രോപ്പർട്ടിക്കും പേഴ്സണൽ ആക്സിഡന്റിനും അങ്ങനെ കൊടുക്കുന്ന കോമൺ ആയിട്ട് വരുന്ന ലയബിലിറ്റി, മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറേ കാര്യം. ഇനി ഇവിടെ പഠിക്കേണ്ടത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ജനറൽ ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം കേട്ടോ. അത് 11 പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു എസ്എക്ക് ചാൻസ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഇൻഷുറൻസ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്താണ് ലൈഫ് ഇൻഷുറൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്തോളാം. പിന്നെ ജനറൽ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ലൈഫ് ഇൻഷുറൻസിൻ്റെ കേട്ടോ. അവിടെ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം ലൈഫ് ഇൻഷുറൻസ്, അതിൻ്റെ പാർട്ടീസ്, അതേപോലെ തന്നെ അവിടെ നോക്കേണ്ട അസൈൻമെന്റ് എന്താണെന്നുള്ളത് നോട്ട് ചെയ്യാം. പിന്നെ മറൈൻ ഇൻഷുറൻസ്, ഫ്രൈറ്റ് ഇൻഷുറൻസ്, അതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക, അതിൻ്റെ ഫീച്ചേഴ്സ്. ഫയർ ഇൻഷുറൻസ് പിന്നെ നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്കിവിടെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ലോ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇതൊന്നും ഇങ്ങോട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഈ ഒരു ക്വസ്റ്റിന് ചാൻസ് കൂടുതലാണ്. റോൾ ഓഫ് ദ ഇൻഷുറൻസ് റെഗുലേറ്ററി, IRDAയുടെ റോൾ എന്താണെന്നുള്ളത്. IRDAയുടെ റോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 10-18 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ IRDAയുടെ പവേഴ്സ്, ഫങ്ഷൻസ്, ഡ്യൂട്ടീസ്, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലാസ്റ്റത്തെ ചാപ്റ്ററിൽ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ഇൻഷുറൻസും അതിൻ്റെ ബേസിക് ആയിട്ട് പോളിസിയും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസും, അതിൻ്റെ ഫീച്ചേഴ്സും, അതേപോലെ തന്നെ അതിൽ ഇൻഷുറൻസ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങളും ഡിഫറൻസുകളും
ഇതൊക്കെയാണ് പ്രധാനമായിട്ട് തന്നെ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ചാനൽ ഒന്ന് വാച്ച് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറുകളും ഒക്കെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. അത് നമുക്കിവിടെ അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓരോ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യൂസ് പോയിട്ടുണ്ടാവും. പക്ഷെ അതിലൊരു ലൈക്കോ കമൻറ്റോ ഷെയറോ ഒക്കെ വളരെ കുറവാണ്. അത് എന്തുകൊണ്ടാണ്? നമുക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നിരന്തരമായി നമ്മളത് കാണുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു റെസ്പോൺസ് തന്നെയല്ലേ നിങ്ങളുടെ ഒരു ലൈക്ക് ആണെങ്കിലും ഒരു ഷെയർ ആണെങ്കിലും കമൻറ്റ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ അതിനൊരു മടിയും വിചാരിക്കേണ്ട. അപ്പോൾ നല്ല മാക്സിമം നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്യുക എല്ലാവരും. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു കാര്യത്തിന് ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു, നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അതൊരു ഉപകാരം ആണെന്നുള്ളത് അറിയാം. കാരണം കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്, പറ്റാവുന്ന പോലെയൊക്കെ നമ്മൾ മറുപടി കൊടുക്കാറുണ്ട്. അതും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് നിങ്ങൾക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതെനിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ മാർഗ്ഗമുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അതിനൊരു ലൈക്ക് തന്നൂടെ, അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തൂടെ, ഒന്ന് കമൻറ്റ് ചെയ്തൂടെ. മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കിവിടെ അനലിറ്റിക്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്, 77% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ദയവ് ഇത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.